ലക്ഷം ജ്ഞാനങ്ങളാണ് ദൈവം മനുഷ്യന് കൊടുത്തത്. അത് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ആധുനിക സംവിധാനങ്ങൾ വളർന്നു. ഹല്ലേലൂയ. സംവിധാനം ഫോൺ കണ്ടുപിടിച്ചവൻ പറയുന്നു, ഇത്രയും ഫോൺ ഹല്ലേലൂയ മനുഷ്യനെ സ്വാധീനിക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് നെറ്റ് പോയാൽ കൂട്ടാത്മഹത്യകൾ സംഭവിക്കും. എന്തിനേറെ ആധുനിക സംവിധാനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കൂ, ഇത് എവിടെ നിന്ന് വന്നെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന ഈ കറുത്ത വേദപുസ്തകമുണ്ടല്ലോ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും സത്യമാണ്. ഇത് വിശ്വാസയോഗ്യമാണ്. ഇത് ദൈവസ്വാധീനമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് പറയാൻ പറ്റും, ഇതിനകത്തിരിക്കുന്ന വാക്കുകൾ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ അക്ഷരങ്ങൾക്കും നിവർത്തീകരണം വരാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. മനുഷ്യന് തന്നെ ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ 1.25 കിലോ തലച്ചോറിനകത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ബ്രെയിനകത്ത് കുത്തി നിറയ്ക്കുന്നത് എത്ര ടണ്ണെന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമോ എത്ര ടണ്ണാണെന്ന്? ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എത്ര വെയിറ്റ് തലയിൽ വെക്കണമെന്ന് അറിയാമോ? അറിയത്തില്ലല്ലേ? ഹല്ലേലൂയ. ടണ്ണ് കണക്കിന് $1 ബില്യൺ ഹല്ലേലൂയ മനുഷ്യന്റെ തലയ്ക്കകത്ത് സ്റ്റോറേജ് ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് വളരെ പരിമിതമാണ്. നോക്കൂ, ഇന്ന് രാത്രി അതിനും മേലെ വാഴ്ത്തപ്പെട്ട കർത്താവ് നിയമിക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തിന് അല്പം മാത്രം താഴ്ത്തി മനുഷ്യന് മർമ്മം വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ, ഈ മർമ്മം വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന മർമ്മമല്ല, ഒരു കാറ്റടിക്കുമ്പോൾ പറന്നു പോകുന്നതല്ല, ഒരു ഭരണകൂടം മാറുമ്പോൾ ഇത് തച്ചുടക്കപ്പെടുന്നതല്ല. ഇത് എഴുതിയിരിക്കുന്നത് സകലതും നമ്മിൽ കൂടെ പുറം ലോകം അറിയപ്പെടുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? ഹല്ലേലൂയ. ആമേൻ. ഈ മർമ്മം സ്തോത്രം പൗലോസ് സഭയ്ക്ക് കൊടുക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ മർമ്മത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഹല്ലേലൂയ. പൗലോസിന് പറയാൻ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ആമേൻ. താൻ എല്ലായിടത്തും സാക്ഷ്യം പറഞ്ഞിട്ടില്ല. 3 പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇന്നലെ വായിച്ചു. 9-ാം അധ്യായത്തിൽ സാക്ഷ്യം പറഞ്ഞു, 22-ാം അധ്യായത്തിൽ സാക്ഷ്യം പറഞ്ഞു, 26-ാം അധ്യായത്തിൽ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണം, ഓരോന്നും തന്റെ ജീവിതത്തിൽ നിറവേറപ്പെടുമ്പോൾ തന്നെ താൻ ദൈവത്തിന് ഏറ്റവും താഴ്ന്നു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ എത്രത്തോളം കൃപാവരങ്ങൾ കൊടുക്കുമോ, എത്രത്തോളം വെളിപ്പാടുകൾ കൊടുക്കുമോ, അവൻ ദൈവ മുമ്പിൽ സറണ്ടർ ആയിക്കൊണ്ടിരിക്കുകയാ. സ്തോത്രം. അവൻ ദൈവത്തിന്റെ മുൻപിൽ ഒരു എൻകൗണ്ടർ ആയി കഴിഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവം ഇതിലെ ഇന്ന് രാത്രി സ്തോത്രം ഈ മീറ്റിനകത്തായിരിക്കുന്ന ദൈവജനത്തോട് പറയാം, എന്റെ നാവിൽ ഒരു ദൂത് വന്നിട്ടുണ്ട്. മർമ്മം പലപ്പോഴും വെളിപ്പെട്ടിട്ടും പിന്നെ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? ഇത് ഞാൻ ചെയ്യണമോ? ഇത് ഞാൻ പറയണമോ? ഇത് ഞാൻ പ്രവർത്തിക്കണമോ? അവിടെ പോകണമോ? ഈ മർമ്മം നിനക്കും എനിക്കും നാളുകൾക്ക് മുമ്പേ വെളിപ്പെട്ടപ്പോഴും എന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുന്നു, ആ മർമ്മം നിനക്ക് വെളിപ്പെട്ടപ്പോൾ ഇനിയും അതിനുവേണ്ടി എന്തിനാ കാത്തിരിപ്പ്? ഇനി അതിനുവേണ്ടി എന്തിനാ 21? ഇനി അതിനുവേണ്ടി എന്തിനാ 41? ഇത് പണ്ടേ തിരശീല താഴെ നിന്ന് മുകളിലോട്ട് കയറിയതല്ല. ശതാധിപൻ വാവിട്ട് വിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് 60 അടി ഉയരമുള്ള, ഭൂമിയിൽ നിന്നും 60 അടി ഉയരമുള്ള, 1.5 അടി കനമുള്ള ഈ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് 2ആയി ചിന്തി. കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇനി തിരശീലയില്ല. 2ആയി ചിന്തിയപ്പോൾ അവിടെ മനുഷ്യന് വിമോചനമായി. ഡയറക്റ്റ്ലി ദൈവത്തോട് സംസാരിപ്പാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സംസാരിപ്പാൻ, ഡയറക്റ്റ് സംസാരിപ്പാൻ ദൈവം മനുഷ്യന് തിരശീലയെ ചിന്തിക്കൊടുത്തു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്റെ ചങ്കിനെ പുലർന്നു കൊടുത്തു. എന്നാൽ ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, ആ മർമ്മം ഞാൻ സഭയ്ക്ക് കൊടുക്കുകയാ എന്ന് പറഞ്ഞ് സഭയ്ക്ക് താൻ ദൂതെഴുതുമ്പോൾ അവിടെ വിളിച്ചു പറയുന്ന ആഴമിതാണ്. തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് നിക്ക തന്നെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം
മൂന്നാമത്തെ അധ്യായം അപ്പോസ്തല പ്രവർത്തികൾ 3:14 വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുവരാം. 3:14 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് വായിച്ചത്? വായിക്കാമോ? ഒരാളുടെ ശബ്ദം ഉയർത്തി. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. കണ്ടോ? അവിടെ നമുക്കറിയാം, കൊലയാളിയെ വിട്ടുകൊടുക്കണം, കർത്താവിനെ ക്രൂശിക്കണം. ഈ കാലഘട്ടം അങ്ങനെയല്ലേ? സത്യത്തെ മറച്ചുവെച്ച് നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നു, അല്ലേ? നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നു. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ക്രൂശിക്കപ്പെടരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു നിരപരാധി അവൻ ശിക്ഷിക്കപ്പെട്ടാൽ ഈ കുറ്റവാളി രക്ഷപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടത് കൊലയാളിയല്ല, ഞങ്ങൾക്ക് വേണ്ടത് ജയാളിയാണ്. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ എന്നെയും എനിക്കും നിങ്ങൾക്ക് വെല്ലുവിളിപ്പുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് വേണ്ടത് പാപികളെയല്ല, ഞങ്ങൾക്ക് വേണ്ടത് പാപത്തിൽ നിന്ന് ജയിച്ചവരെയാണ്. ഹല്ലേലൂയ. ഇന്ന് അതിനുവേണ്ടി ശത്രു മല്ലുപിടിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ശത്രു കിളഞ്ഞു പരിശ്രമിക്കുകയാ. ആമേൻ. എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ശബ്ദം കണ്ടോ? പരിശുദ്ധനും നീതിമാനുമായവനെ ആമേൻ ഞങ്ങൾ തള്ളിപ്പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തള്ളിപ്പറഞ്ഞു. അടുത്ത, കൊലപാതകനെ ആയവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഇതിന്റെ ആമേൻ മാർമീയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്കറിയാം. സ്തോത്രം. ദേവാലയത്തിന്റെ മുൻപിലിരിക്കുന്ന സ്തോത്രം മുടന്തനായ മനുഷ്യനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരുന്ന അതിവിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സാഹസ്യമായി ചിന്തിക്കുകയല്ല, വിശാലമായി ചിന്തിക്കുക. മർമ്മമാത്യം വെളിപ്പെടണം. ഒന്ന്, മർമ്മം വെളിപ്പെടുമ്പോൾ മുൻപിൽ നിൽക്കുന്ന മഞ്ഞുപോലെ പോലെ നിൽക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ തച്ചുടയപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത് ഉടയപ്പെടണമെങ്കിൽ ഈ നാളുകൾ നിരപരാധികൾ വിടുവിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. സത്യം പുറത്തു വരണം. ഇന്നും സത്യത്തെ അടിച്ചമർത്തി സ്തോത്രം കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും എന്ന രാത്രി ഇവിടെ പറയുന്നു. നോക്കിയേ, സ്തോത്രം. അവിടെ ഒരു ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് താഴോട്ട് വരപ്പെടുമ്പോൾ അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. 9-ാമത്തെ വാക്യം, അവൻ നടന്നും ദൈവത്തെ പുകഴ്ത്തിയും ജനമൊക്കെയും കണ്ടു. ഓക്കെ, അവൻ നടന്നു പോകുക. ഒന്ന്, അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ അവിടെ എല്ലാ ദിവസവും അവനെ കൊണ്ടിരുത്തും ഭിക്ഷയെടുപ്പാൻ. സ്തോത്രം. അവൻ ഭിക്ഷയെടുക്കുന്നത് അവനെ കൊണ്ടിരുത്തുന്നവനും അത് ഗുണമാണ്. സ്തോത്രം. അവനെ പ്രൈസ് ദി ലോർഡ് എന്നേക്കുമായി അവിടെ കൊണ്ടിരുത്തി ആ ചുറ്റുപാടുമുള്ളവർ അവന്റെ ഈ ഭിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. 3, ഈ ഭിക്ഷ കൊണ്ട് കഴിയുന്ന കുടുംബമുണ്ട്. സ്തോത്രം. ആമേൻ. എന്നാൽ ഇവന്റെ സ്ഥിര പരിപാടി ആലയത്തിലേക്ക് പോകുമ്പോൾ അവരെ കാണുമ്പോൾ അവർ കൊടുക്കുന്ന ഇന്നത്തെ പോലത്തെ നാണയത്തുട്ടുകളൊന്നും അല്ല കേട്ടോ. അന്ന് വെള്ളി പൊന്നാണ് അന്നത്തെ കാണിക്ക, അല്ലെങ്കിൽ ഭിക്ഷ. ഒരു കിഴിയെടുത്ത് ഇട്ടുകൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇവ നോക്കിയപ്പോൾ പ്രൈസ് ദി ലോർഡ് യോഹന്നാനും ഒന്നും കയ്യിലൊന്നുമില്ല, പത്രോസിനും ഒന്നും കയ്യിലില്ല. പക്ഷേ ഒന്നറിയാം, നിനക്ക് വേണ്ടതിപ്പോ പണമല്ല, നിനക്ക് വേണ്ടത് സൗഖ്യമാണ്. ഇന്ന് രാത്രി ആ മർമ്മം അനേകർ ഇന്ന് രാത്രി വിടുവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ മർമ്മം നമ്മൾ വെളിപ്പെടുമെങ്കിൽ അനേകർ ഇന്ന് രാത്രി സ്തോത്രം. എന്താ കേൾക്കുന്നില്ലേ? കേൾക്കുന്നല്ലോ. ഇവിടെ കേൾക്കുന്നില്ല. പ്രൊഫസർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കൂ, ഈ ദൈവത്തിന് ഒരു വചനം കൂടെ വായിക്കും, ഒറ്റ വചനം കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 9:17 ഒന്ന് വായിച്ചേ.
9:17. ആ, അങ്ങനെ അവിടെ എന്താ? അനന്യാസ് വായിച്ചോളൂ. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇന്നലെ നമ്മൾ വേറൊരു ഭാഗം തൊട്ടുവിട്ടതാണ്. എന്നാൽ ഇന്ന് ഈ 17ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഒരു കാര്യം ഉറപ്പായി ചിന്തിക്കണം. അനന്യാസിനെ ഇന്നലെ അല്പമായി ചിന്തിച്ച് നമ്മൾ നിരവധി അടി കിട്ടിയ ഒരു മനുഷ്യന് അനന്യാസ്. ഒത്തിരി അടി. ആമേൻ. ഈ ശൗലിൽ നിന്ന് ഒത്തിരി ഉപദ്രവം ഏറ്റ ഒരു മനുഷ്യനാണ് അനന്യാസ്. എന്നാൽ ആ മനുഷ്യൻ ആരാ? ഒരു പുരോഹിതൻ മാത്രമല്ല, പ്രവാചകൻ മാത്രമല്ല, അവന്റെ മേലൊരു ആമേൻ പരിശുദ്ധമായ ഒരു ശുശ്രൂഷയുണ്ട്. എന്ന് പറഞ്ഞാൽ ആമേൻ എല്ലാവരാലും ബന്ധിക്കപ്പെട്ടവനെ വിടുവിക്കുന്ന ഒരു ശുശ്രൂഷ. ഹല്ലേലൂയ. ആ കാലഘട്ടങ്ങളിൽ കർത്താവ് അനന്യാസിനെ പുറത്തെടുത്തത് അറിയാമോ? പലരും ഇട്ടേച്ചു പോയതിനെ കഴുകി പുറത്തു കൊണ്ടുവരാൻ അനന്യാസിന് കഴിയും. അവൻ മടിച്ചു വീട്ടിയിരിക്കുന്നവനല്ല. അവൻ സമയം കിട്ടുമ്പോൾ മാത്രം പോകുന്നവനല്ല. സമയം അവൻ ക്രമീകരിച്ച് അവൻ ദൈവനാമത്തെ ഉയർത്തുന്നവനാണ് അനന്യാസ്. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഒരു ജനറൽ മീറ്റിംഗിന് മാത്രം പോകുന്നവനല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അവൻ ഒരു സൺഡേയിൽ മാത്രം പോകുന്ന വ്യക്തിയല്ല അനന്യാസ്. അവൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവനാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ വചനത്തിനകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് അറിയിക്കുന്ന ഒരു ആലോചന ഇതാണ്. ഹല്ലേലൂയ. അനന്യാസിന്റെ ശുശ്രൂഷ നിനക്കിന്ന് രാത്രി പ്രാപിക്കാൻ ഈ രാത്രി നീ ആഗ്രഹത്തോടെ ഇരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ഇന്നലകളിൽ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുമെന്ന് പറഞ്ഞ ശുശ്രൂഷ ഒന്നുപോലും തടസ്സപ്പെടുത്താതെ ഈ തലമുറയിൽ ഞാൻ ചെയ്യിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ അനന്യാസ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് പറ്റത്തില്ല. കാര്യം ഞാൻ അങ്ങോട്ട് പോയാൽ അവൻ പിന്നെ എന്നെ ഉപദ്രവിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ല, അവൻ കാഴ്ചയൊന്നും പോയെന്ന് പറഞ്ഞില്ല. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ അവിടേക്ക് അയക്കുക. നീ അവിടെ ചെല്ലുന്നു, അവന് നീ സൗഖ്യം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് അവൻ വിടുതൽ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചിലരിന്ന് രാത്രി കൈ ഉയർത്തിയാൽ വിടുതല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളിലെ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ അത്ര വലിപ്പമുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ മേശമേൽ ശുശ്രൂഷ എന്ന് പറയുന്നില്ലേ, അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഇന്ന് അനേക സഭകളിൽ മേശയില്ല. അവിടെ ഒരു എവറസ്റ്റ് കൊടുമുടി പോലൊരു പീഠം മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കും. സ്വതന്ത്രം. അല്ലെങ്കിൽ ചില്ലുകൂട്. എന്നാൽ മേശമേലുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആലയത്തിൽ മേശ ഉണ്ടായിരിക്കണം. മേശയുടെ പുറത്തായിരിക്കണം ശുശ്രൂഷകൻ ശുശ്രൂഷിക്കേണ്ടത്. ഈ ശുശ്രൂഷയുടെ മുമ്പിൽ വന്ന ഒരു പ്രവാചകനാണ്, ശുശ്രൂഷകനാണ്. സ്തോത്രം. അനന്യാസ് എന്ന ശുശ്രൂഷകൻ. ഈ ശുശ്രൂഷകനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നാൽ ഇന്ന് രാത്രി പലരെയും ദൈവം വിടുവിക്കാൻ പോകുകയാണ്. ഇതിനകത്തിരിക്കുന്ന ദൈവജനം ആഗ്രഹത്തോടെ ഇരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങി വരും. കാരണം ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, പരിശുദ്ധാത്മാവ് മർമ്മങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ആ മർമ്മം ഏതെന്നറിയാമോ? പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഈ മർമ്മം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ യെശയ്യാവ് പറയുന്നത്, നിന്റെ പാപം കടും ചുമപ്പായിരുന്നാലും എന്ത് ചെയ്യും? ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും. അടുത്തെന്താ പറഞ്ഞ യെശയ്യാവ്? അത് രക്താംബരം പോലെ ചുവന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്യും? അത് പഞ്ഞി പോലെ ആക്കി തീർക്കും. ഇന്ന് ഏതെങ്കിലും വേദിയിൽ കേൾക്കുന്നുണ്ടോ ഈ സുവിശേഷം? അതെല്ലാം പാടെ നിന്ന് പോയില്ലേ?
ഹല്ലേലൂയ. ഇന്ന് ആ സ്ഥാനത്ത് അനുഗ്രഹങ്ങളായി കഴിഞ്ഞില്ലേ? ഇന്ന് പാപബോധത്തെ കുറിച്ചോ മാനസാന്തരത്തെ കുറിച്ചോ നിത്യരക്ഷയെ കുറിച്ചോ ഒരു സുവിശേഷം ഇത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എന്തു പറ്റി? ഇന്നത്തെ സന്ദേശമെല്ലാം കുളിര് കോരിയിടുന്ന സന്ദേശമാകുമ്പോ ആ കാലഘട്ടത്തിൽ സ്തോത്രം ഉപദ്രവിച്ചവനെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിച്ച ഒരു ദൈവമുണ്ട്. മറന്നു പോകരുത്. അത് ഇന്ന് രാത്രിയിലും ഞാൻ പ്രസവിക്കുന്ന കർത്താവ് പറയുന്നു, നിന്നെ ആരെങ്കിലും അനാവശ്യമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനേറെ അതിന് സാക്ഷ്യം ഞാന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വലിച്ചീറി കത്തിച്ചതുപോലെ ബൈബിള് ആരെങ്കിലും വലിച്ചീറി കത്തിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. 100 കണക്കിന് ബൈബിൾ വലിച്ചു കീറി ആമേൻ സ്തോത്രം കത്തിച്ച് താണ്ഡവമാടിയ ആളാണ് ഈ പ്രസംഗിക്കുന്ന ഞാൻ. എന്നെ തമ്പുരാൻ അതേ രീതിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ എനിക്കറിയാം ഈ കർത്താവ് സർവശക്തനാണ്. നമ്മുടെ കർത്താവ് കേവലം കഞ്ഞിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്ന ദൈവം അല്ല. സ്തോത്രം. അങ്ങനെ തന്നെ പറയാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കെപ്പില്ലാത്തവനല്ല. ആണോ? നമ്മുടെ കർത്താവ് കെപ്പില്ലാത്തവനോ? ഒന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യും. ഒത്തിരി ദൈവാസന്മാരെ കണ്ണീരിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ആമേൻ. അതുകൊണ്ടാണ് ഇന്നും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. സ്തോത്രം. കാരണം ആമേൻ അന്ന് ഏതെങ്കിലും ദൈവാസം മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂപരപ്പി കാണത്തില്ലായിരുന്നു. തെങ്ങോ ചേമ്പോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കാച്ചിരുന്നനെ. സ്തോത്രം. ഹല്ലേലൂയ. ആ കല്ലറ പോലും കാണത്തില്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ ദൈവദാസന്മാരെ കണ്ണീരോടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സേവിക്കുന്നത് ഇവൻ ജീവനുള്ളവനായതുകൊണ്ട് ഒരു നാൾ നിങ്ങൾ ഇതേപോലത്തെ പുസ്തകം എടുക്കും. സ്തോത്രം. ആമേൻ. നമുക്ക് പറയാം പ്രൊഫസറെ തങ്ങമേതി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പറയാം എന്താ? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നേ. പ്രൈസ് ദി ലോർഡ്. ഇന്നല്ലെങ്കിൽ നാളെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യൂത്ത് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കെസിയ സ്തോത്രം പറ. യൂത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പറയണം, വിളിച്ചു പറയണം, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്റെ വായിൽ നിന്ന് വരുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ചവന്റെ എത്രേ. ഈ വിത്ത് 2025 കിളിർക്കുമെന്ന് പറഞ്ഞാൽ അത് കിളിർത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് കൊടുക്കേണ്ട വെള്ളമാണ് കണ്ണുനീര്. സ്തോത്രം. ഹല്ലേലൂയ. വിത്ത് മുളപ്പിച്ചു. വിത്ത് മുളയ്ക്കണം. വിത്ത് മുളയ്ക്കണമെങ്കിൽ വിത്തിട്ട കർഷകൻ സ്തോത്രം അതിന് വെള്ളം നനയ്ക്കണം. വെള്ളമാണ് നിന്റെ കണ്ണുനീര്. സ്തോത്രം. എന്ന് രാത്രി പ്രാർത്ഥിക്ക്. ദൈവം മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരും. ആ മർമ്മത്തിന്റെ പിന്നാലെ സഞ്ചരിപ്പാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ ചിലതൊക്കെ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുമെന്ന് പറഞ്ഞാൽ, ചില കുടുംബത്തിനകത്ത് ദൈവാത്മാവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിക്കാമോ? ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ ലേഖനം 9-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം ആമേൻ. സ്തോത്രം. 9-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്വതന്ത്രനല്ലയോ? ഞാൻ അപ്പോസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? നോയിക്കേ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് താൻ സഭയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അത് വളരെ വിശാലമാണ്. സ്തോത്രം. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ സ്തോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില വാക്കുകളാണ് അവിടെ പറയുന്നത്. ഞാൻ ആരാ? സ്വതന്ത്രൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ഭരിപ്പാൻ ഇവിടെ ഈ ഭൂമിയിൽ ആരുമില്ല, പക്ഷെ എന്നെ ഭരിപ്പാൻ ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസ്രേത്തുകാരനായ കർത്താവ്. സ്തോത്രം. അവനെന്നെ പിടിച്ച വഴി എന്ന് പറഞ്ഞാൽ ഒറ്റ വഴിയേ ഉള്ളൂ. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ് ആദ്യം ഞാൻ ആ കർത്താവിനെ കാണുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് വാഴ്ത്തത്വമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വാഴ്ത്തത്വമില്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എന്നോട് ഇതുവരയ്ക്ക് ഒരു ദൂതും ആരും പറഞ്ഞിട്ടില്ല. എന്നോട് ഞാൻ ജനിച്ച ശേഷം എന്നോട് എന്റെ തലമുറയോടോ
ആരും ദൂതും ആലോചനയും വാഴ്ത്തത്വവും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും വാഴ്ത്തത്വം. എന്തുകൊണ്ട് നടക്കുന്നില്ല? നടക്കണമെങ്കിൽ ഒരു 17 വയസ്സുകാരന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരണം. സ്തോത്രം. 17ാമത്തെ വയസ്സ് നമ്മൾ നോക്കുമ്പോൾ അവൻ +2 പഠനം കഴിഞ്ഞു വരുന്ന ഒരു പ്രായം അല്ലേ? ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഒരു സൺഡേ സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ നീണ്ട 18 വർഷം സൺഡേ സ്കൂൾ പഠിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഒരു ബൈബിൾ കോളേജിന്റെ ടീച്ചിങ് അവൻ ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ? എന്ത് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. ഈ 18 വർഷം എന്ന് പറയുമ്പോൾ, ആമേൻ, ഒരു യൗവനക്കാരന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. 18ഉം 3ഉം 21 വയസ്സാകുമ്പോൾ അവന്, ആമേൻ, സ്തോത്രം, 18 വർഷത്തെ സൺഡേ സ്കൂൾ ജീവിതം കിട്ടും. ആമേൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം, ആമേൻ, 10-25 ട്രോഫി അവന്റെ കയ്യിൽ കാണും. സ്തോത്രം. ഒരു 10-30 സർട്ടിഫിക്കറ്റും കാണും. ആമേൻ, സ്തോത്രം പറ. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഒരു 17 വയസ്സാകാരൻ ഒരുത്തം കിടപ്പുണ്ട്. എവിടെയെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, പിടിക്കപ്പെട്ട്, ആമേൻ, കുണ്ടറയ്ക്കകത്ത് കിടപ്പുണ്ട് 13 വർഷം. അല്ലേ? 13 വർഷം കിടന്നിട്ടും അവന്റെ വാഴ്ത്തത്വം നഷ്ടപ്പെട്ടു പോയില്ല. അവൻ നിന്റെ വാഴ്ത്തത്വം ഉണ്ടെങ്കിൽ 1ാമത്തെ വയസ്സിലോ നീ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴാണോ ദൈവദാസിയോ നിനക്ക് വേണ്ടി ആലോചന പറഞ്ഞത്? ആ ആലോചന നിറവേറണമെങ്കിൽ ദൈവം ആ മർമ്മം നിന്റെ ചെവിയിൽ പറഞ്ഞു തരും. സ്തോത്രം. ആ സമയത്ത് ആ മർമ്മം വെളിപ്പെട്ടു വരും. കരങ്ങളെ ഉയർത്തി സ്തോത്രം കൊടുത്താട്ടെ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ 17ഉം 13ഉം നോക്കിക്കേ, ഹല്ലേലൂയ. എത്ര വയസ്സായി? 17ഉം 13ഉം ആയപ്പോ എത്ര വർഷമായെന്നറിയാമോ? എത്രയായി ടോട്ടലി? 30 അല്ലേ? ആണോ? 30 ആണോ? 30. ഈ 30 വയസ്സായപ്പോ അവൻ എവിടെ ഇരിക്കുന്നു അറിയാം? എവിടെ ഇരിക്കുന്നു? ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ടല്ല അവന് കിട്ടിയത്. ആണോ? അല്ല. അവന് കിട്ടിയത്, നമ്മളൊക്കെ പറയാറുണ്ട്, ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ടാണ് യോസേപ്പിനെ കൊണ്ടിരുത്തിയത്. അല്ലെന്ന്, സകലത്തിന്റെ മേലുമുള്ള അധികാരം യോസേപ്പിന് തമ്പുരാൻ കൊടുത്തു. അന്നത്തെ വാഴ്ത്തത്തിൽ അവൻ അനുഭവിച്ച പീഡകൾ, ഹല്ലേലൂയ, അവൻ അനുഭവിച്ച നിന്ദകൾ, അവൻ അനുഭവിച്ച വേദനകൾ വാഴ്ത്തത്വം നഷ്ടപ്പെട്ടു പോകത്തില്ല. എന്ന രാത്രി ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാം, വാഴ്ത്തത്വം പറഞ്ഞത്, ദൈവശബ്ദം പറഞ്ഞത് ദൈവമാണെങ്കിൽ അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ആമേൻ. അത് ഇതിനകത്തിരിക്കുന്ന ചിലരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ദൈവദാസൻ പറഞ്ഞ ദൂതുകൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന്. ഹല്ലേലൂയ, ആമേൻ. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞിനോട് ദൈവാത്മാവ് പറഞ്ഞു, മോനെ, അത് വേഗത്തിലായിരിക്കും നിനക്കുള്ള തീർപ്പ് ദൈവം കൽപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അത് ശീഘ്രത്തിലായിരിക്കും. അതിനവർ മുട്ടുമടക്കി. സ്തോത്രം. ഇന്നലെ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്തപ്പോൾ എനിക്കൊരു ഫോൺ കോൾ എന്ന് പറയാ, പെട്ടെന്നായിരുന്നു ആവശ്യത്തിന് എന്റെ മോനൊരു പഠിക്കാനുള്ള വഴി ദൈവം തുറന്നു. പെട്ടെന്ന്. ഹല്ലേലൂയ. അതിന്റെ പിന്നില് ആ മാതാവിന്റെ കണ്ണുനീര്. ഇന്ന് രാത്രി ഞാൻ പറയാം, അവരിന്ന് ഓർമ്മ ശരിയെങ്കിൽ 7ാമത്തെ ദിവസം ഉപവാസം. സ്തോത്രം. 21 ഡേയ്സിന്റെ 7ാം ദിവസമായി ഇന്ന്. പ്രൈസ് ദി ലോർഡ്. ഇനി 14 ദിവസമുണ്ട്. 7, 3, 21. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ 14 ദിവസം കഴിഞ്ഞ് അവർ കരഞ്ഞെണീക്കുമ്പോൾ മുമ്പിൽ പറഞ്ഞ വിത്തുകൾ മുളയ്ക്കും. ആമേൻ. ഇതിനകത്തിരിക്കുന്ന വാഴ്ത്തത്വങ്ങൾ എത്ര പേർ, ആമേൻ, തലമുറയെ കുറിച്ച് വാഴ്ത്തത്വങ്ങൾ എത്ര പേരുന്ന രാത്രിനകത്തുണ്ട്. ദൂത് പറഞ്ഞ് പാസ്റ്റർമാർ പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ മുട്ടുമടക്കണം. അവിടെ മുട്ടുമടക്കണം. ആമേ. മോശയോട് പറഞ്ഞ എന്താ? മോശേ, ഞാൻ നിനക്ക് എല്ലാം തരാമെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എല്ലാം തരാം, എല്ലാം തരാം, നീ വെക്കോ, എല്ലാം തരാം. പ്രൈസ് ദി ലോർഡ്. എല്ലാം കൊടുത്തില്ലേ? മാറയുടെ മുമ്പിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞില്ലേ, നീ ഒരു കാര്യം ചെയ്യും, ആ മരത്തിന് ചില്ല വെട്ടിയിട്ടോ, അത് മധുരമാകും. ഇന്ന് രാത്രി ദൈവത്തിന് ഒന്നും അസാധ്യമല്ല
സകലത്തെയും സാധ്യമാക്കണമെങ്കിൽ മുഴങ്കാൽ മടങ്ങേണ്ട സമയത്ത് മുഴങ്കാൽ മടങ്ങണമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ആ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഒരാമയെ പറയാൻ കഴിയും. നിന്റെ തലമുറയെ പണിത് പുറത്തെടുക്കണമെങ്കിൽ ഈ 2025 രണ്ടാമത്തെ മാസത്തിൽ രണ്ടാമത്തെ ദിവസം ദൈവം പറയുന്നു, ഇനി ശേഷിക്കുന്ന 26 ദിവസം നിനക്കുള്ള ദിവസമല്ല, അത് ദൈവത്തിന്റെ ദിവസമാണ്. ഓ റിമലവ ശംഭവ രികൽക്കനാദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കണോ? ഇന്നലെ കണ്ട ദമ്പതികൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ കണ്ട സ്തോത്രം കുഞ്ഞുങ്ങളെ ഇന്ന് രാവിലെ കാണാൻ കഴിയുന്നില്ല. എന്താ കാണുന്നത്? ഒരു ആത്മഹത്യ, ഒരു അടിക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. കാരണം എന്നറിയാമോ? പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാ, ആരാധന ഇല്ലാത്തത് കൊണ്ടാ, എവിടെയൊക്കെയോ സന്ധി പ്രശ്നമായത് കൊണ്ടാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്ക. വാഴ്ചത്തെ മുളപ്പിടിച്ച് വിത്ത് തളർക്കണമെങ്കിൽ കണ്ണീരോടെ വിതയ്ക്കാൻ നാം തയ്യാറാകണം. അപ്പോഴൊരു ആർപ്പിന്റെ കൊയ്ത്ത് പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ആത്മനാഥന്റെ കരം ഈ രാത്രി പ്രവർത്തിക്കാൻ പോകുകയാ. ആമേൻ. ഞാൻ ഒരു ദൂതിലേക്ക് വരാൻ പോകുക. ഒരു ദൂതിലേക്ക് മികാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോ 5-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോ ശത്രുവിന്റെ കൈ ഒരിക്കലും ശത്രുവിന്റെ കൈയുടെ താഴെ അല്ല. ആമേൻ. ജയശ്രീ ലാളിതനായവന്റെ കൈ ശത്രുവിന്റെ കൈക്ക് മുകളിലാണ് നിന്റെ കൈ വരേണ്ടത്. ഇന്ന് രാത്രി സ്തോത്രം വായിച്ചേ 5:9. നിന്റെ കൈ നിന്റെ വൈരികൾക്ക് മീതെ ഉയർന്നിരിക്കും, നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. ആമേൻ. വൈരികൾക്ക് മീതെ നിന്റെ കൈ ഉയർന്നിരിക്കണം ഇന്ന് ഈ നൂറ്റാണ്ടിൽ. സ്തോത്രം, ഹല്ലേലൂയ. വൈരികൾക്ക് മീതെ വാഴ്ത്തത്വമുള്ളവനെ കണ്ടുപിടിച്ച് അവരെ തുറുങ്കിലടയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഈ കൊച്ചു മഹാരാജ്യം മാറിക്കഴിഞ്ഞു. കേട്ടോ, 100 അഭിഷക്തന്മാരല്ല, 1000 അഭിഷക്തന്മാർ സൂര്യനെ പോലും കാണാതെ, ഡേറ്റ് പോലും തിരിച്ചറിയാൻ കഴിയാതെ, ഇതേത് വർഷമെന്ന് പോലും അറിയാൻ കഴിയാതെ 1000 പേർ ഭൂമിക്കടിയിൽ അവൻ കൽത്തുറുങ്കിൽ ആമത്തിൽ കിടക്കുകയാണ്. സ്തോത്രം പറ. എന്തിനു വേണ്ടി? നഗ്നനെ സുവിശേഷം അറിയിച്ചത് കൊണ്ട്. പോളികാർപ്പ് എന്ന ഒരു മനുഷ്യനെ പിടിച്ചു കെട്ടിച്ചു പറഞ്ഞു. 82 വയസ്സായ പോളികാർപ്പിനോട് അന്നത്തെ ദുഷ്ടനായ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്: നീ ഒരു കാര്യം ചെയ്യും, ഈ ദൈവത്തെ നീ തള്ളിപ്പറയണം. പോളികാർപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്: 82 വയസ്സുവരെ എനിക്കൊരു ദോഷവും തട്ടാതെ എന്നെ സൂക്ഷിച്ച, ഈ വചനം പ്രസംഗിച്ച ഈ ദൈവത്തെ തള്ളിപ്പറയണമോ? ഇല്ല, ഞാനത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഷർട്ട് ഊരുന്നത് പോലെ തന്റെ നെറ്റിയിൽ നിന്ന് വയറുവരെ വാളുകൊണ്ട് പോത്തിയിട്ട് തൊലിയെ വലിച്ചുരിച്ച് കുന്തത്തിൽ ചുറ്റി തീ കൊളുത്തിയിട്ട് ആ തീയുടെ വെട്ടത്തിൽ തന്റെ തലയെ വെട്ടിക്കളഞ്ഞു. തീർന്നില്ല. ദുഷ്ടനായ നീറോയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ പിടിച്ച് നല്ല ഇരുമ്പ് കസേര പഴിപ്പിച്ചിട്ട് ക്രിസ്ത്യാനികളുടെ വസ്ത്രം മുഴുവനും മാറ്റി നഗ്നമായി നിർത്തിയിട്ട് പഴുത്ത കസേരയിൽ കൈയും കാലും കെട്ടി പിടിച്ച് ഇരുത്തിയിട്ട് ചില മിനിറ്റുകൾ കഴിയുമ്പോൾ എണീപ്പിച്ച് നിർത്തിയിട്ട് വെന്ത ഭാഗത്തെ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തിയിട്ട് ഗുഹയ്ക്കകത്ത് കിടക്കുന്ന സുന്ദരത്തിന്റെ ഗുഹയ്ക്കകത്തേക്ക് മാംസത്തെ വലിച്ചെറിയും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ നോക്കൂ, കാലങ്ങൾ മാറി. എന്നാ ഹേരോദാവിന്റെ കാലഘട്ടം വന്നു. നോക്കിക്കേ, ഹേരോദാവിന്റെ മകൾ എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടത് അശുദ്ധന്റെ തലയല്ല, ദൈവത്തെ പ്രസവിക്കുന്ന കരുത്തുറ്റ കിടകറ്റ അഭിഷക്തനായിരിക്കുന്ന ചങ്കുറപ്പുള്ള ചങ്കൂറ്റമുള്ള പറഞ്ഞാൽ വാക്കുകൾക്ക് വിലകൽപ്പിക്കുന്ന ദൈവം ഇറങ്ങി വരുന്ന വെറും വെട്ടിക്കിളിയിൽ കാട്ടുന്നവരും തോൽവാർ വസ്ത്രവുമായി ധരിച്ച് നടക്കുന്ന യോഹന്നാന്റെ തല എനിക്ക് വേണം. ഇന്നും അതിനല്ലേ വിളി. അഭിഷക്തന്റെ തലയ്ക്കായി ഇന്ന് വില.
അശുദ്ധന്റെ തലയ്ക്കല്ല, അഭിഷക്തന്റെ തലയ്ക്കാ വില പറയുന്നേ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ തലയ്ക്ക് വിലയില്ലെന്നോ? ഇതിന് വിലയുണ്ട്. ഇത് വെറും ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന തൈലമല്ല എന്റെ തലയിൽ ഒഴിച്ചിരിക്കുന്നത്. ഇത് കൊമ്പിൽ നിറച്ചു കൊണ്ടുവന്ന തൈലമാണ്. സ്വോത്രം, 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 സ്വോത്രം. അതുകൊണ്ടാണ് നിന്റെ തല താഴ്ത്തിപ്പോകാത്തത്. അതുകൊണ്ടാണ് നീ തല കുനിക്കപ്പെടാത്തത്. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ആമെ സ്നാപക യോഗന്റെ തല വെട്ടി മാറ്റിയെങ്കിലും ആമെ അവന്റെ ശിരസ് മാറി ആമെ വെള്ളി തട്ടത്തിനകത്ത് കൊണ്ടുവന്ന ആമെ ഹേരോദാവിന്റെ മുമ്പിൽ വന്നപ്പോൾ ഹേരോദാവ് തല കണ്ട് പേടിച്ചു വിറച്ചു. ഓ, ഇതാരാ ഇരിക്കുന്നത്? ഹല്ലേലൂയ. സർപ്പസന്തതികളെ, ഹല്ലേലൂയ. എന്ന രാത്രി യേശുവിനെ സ്നാനപ്പെടുത്തിയ ഒരു തലയാണോ? എന്ന രാത്രി ഹേരോദാവിന്റെ സിംഹാസനത്തിന് ബലം ക്ഷയിച്ചു. ദൈവമൈതലേ, അഭിഷക്തന്റെ നേരെ വിരൽ ചൂട്ടാൻ സമയം വന്നപ്പോൾ ദാവീദ് രാജാവ് ഒരു കാര്യം പറഞ്ഞു, അവൻ അഭിഷക്തനല്ലയോ? ആ കുന്തം കൊണ്ട് വേണമെങ്കിൽ കുത്ത, അവനിപ്പോൾ ചാകും. നമുക്ക് ഈ ഗോചരത്ത് അവനെ അടച്ചു വയ്ക്കാം. പക്ഷെ അവൻ പറഞ്ഞതാണ്, എന്റെ തലയിൽ പകർന്ന അഭിഷേകവും അവന്റെ തലയിൽ പകർന്ന അഭിഷേകവും ചെയ്തത് ഒരുത്തന, അത് കൊമ്പിലെ തൈലമാ. എന്ന രാത്രി പറ, കൊമ്പിലെ തൈലമാണ് അവൻ ശൗലിന്റെ തലയിലിരിക്കുന്നത്. കൊമ്പിലെ തൈലമാണ് ദാവീദിന്റെ തലയിലിരിക്കുന്നത്. ഇന്ന് രാത്രി ആ തൈലത്തിൽ ഇന്ന് രാത്രി പ്രത്യേകതയുണ്ട്. അത് കൊമ്പിലെ തൈലമായതുകൊണ്ട് യാഗം കഴിച്ച മൃഗത്തിന്റെ കൊമ്പെടുത്ത് അതിന്റെ തകത്തെ തൈലമൊഴിച്ച് അഭിഷേകം ചെയ്ത അഭിഷേകത്തിന്റെ തലയിലിരിക്കുന്ന തൈലത്തെ തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ സത്യത്തിലേക്ക് വാ. ആ മർമ്മം ഇന്ന് രാത്രി നീ പ്രസ്താവിക്കുക. അതിനകത്തടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ നീ പുറത്തെടുക്കുക. ഇവിടെ പറഞ്ഞു കണ്ടോ, ഞാനോ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അല്ലയോ? ഉറപ്പിച്ചു പറയുക. ആമേൻ. പൗലോസിനറിയാം, ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ തന്നെ. ആമേൻ. മറ്റുള്ളവർക്കല്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ ആ സാന്നിധ്യമുണ്ടല്ലോ, അതാർക്കും ദൈവം കൊടുത്തിട്ടില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിന്റെ മേൽ പകർന്ന അഭിഷേകം തന്നെ അത് ഈ ദിവസങ്ങളിൽ വില കൊടുത്ത് വാങ്ങാൻ നമ്മൾ തയ്യാറാകണം. പലതും വിടേണ്ടി വരും, പലതും വേണ്ടാന്ന് വെക്കണം. സ്തോത്രം. പല അവയവവും ക്രൂശിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പലതും നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് എല്ലാം ക്രൂശിച്ചു കൊടുത്തു. ഇതെല്ലാം ചപ്പും ചവറും എണ്ണി കണ്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലതും നമ്മൾ കണ്ടിച്ചും കാണാത്തതുപോലെ പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പലതും നമ്മൾ വർജിക്കേണ്ടി വരും. പലതും ആമേ സ്വതന്ത്ര കണ്ണിനും ശരീരത്തിനും അവയവങ്ങൾക്കെല്ലാം ഒന്ന് നമ്മൾ ആമേ സ്വതന്ത്രം എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി ആമേ സ്തോത്രം, ആ പ്രവൃത്തിക്കകത്ത് നിന്നുകൊണ്ട് ഒരു വാക്യം കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 15-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇന്ന് രാത്രി വായിച്ചാട്ടെ. എന്താ അവിടെ ആമേൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. വായിക്കാമോ? സ്തോത്രം. കേൾക്കാൻ പറ്റുന്നില്ല. ആന്റി വായിച്ചോ? വേറൊരാൾ വായിച്ചേ പെട്ടെന്ന്. 15-ന്റെ 9. 8. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും
അവൻ അവനെ തന്നെ ഒന്ന് സമ്മതിച്ചു കൊടുക്കുകയും. കണ്ടോ, പറയാൻ പറ്റുമോ? എവിടെയെല്ലാം ജനം എവിടെയൊക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുവോ അവിടെയെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. പൗലൂസിന്റെ വളർച്ചയുടെ ഫസ്റ്റ് തുടക്കം കണ്ടോ? എവിടെയെല്ലാം പൗലൂസ് ഏൽപ്പിച്ചു കൊടുത്തെന്നറിയാം. ആമേൻ. പറയാൻ പറ്റുമോ? ദൈവമേ, എന്നെ നീ അപ്പോസ്തലനാക്കി, പക്ഷെ ഈ അപ്പോസ്തലനായ ഈ പദവിയിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പദവിക്ക് വേണ്ടിയാണ് അടി, കസേര കളി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. ആമേൻ. സെക്രട്ടറി ആകണം, ഖജാൻജി ആകണം, പ്രസിഡന്റ് ആകണം, വൈസ് പ്രസിഡന്റ് ആകണം, വൈസ് സെക്രട്ടറി ആകണം, ട്രഷറർ 3, 4 ആകണം. ഇന്ന് അതിനെ അടി. ആരാധിക്കാൻ അടിയില്ല, പ്രസംഗം കേൾക്കാൻ വഴക്കില്ല, പ്രസംഗം നിർത്തുവാസ് മതി, എനിക്കിന്ന് ഇലക്ഷൻ കഴിച്ചേ പോകുന്നുള്ളൂ. കൈവെക്കണ്ട, പ്രാർത്ഥിച്ചോണ്ടിരുന്ന. ഹല്ലേലൂയ. അതിനു മുമ്പേ രാത്രി എല്ലാവരുടെ വീട്ടിലും പൈസയും കൊണ്ട് കവർ നിറച്ചു പോയി. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിക്കോദീമോസ് പോയതുപോലെ നിക്കോദീമോസ് യേശുവിന്റെ അടുത്ത് വെള്ളം കൊണ്ടാ പോയത്, ഇത് കവർ നിറച്ച് പൈസയും കൊണ്ടാ പോയത്. ഇവിടെ പൗലൂസ് പറയുക, ഇല്ല, ഞാൻ ഈ അപ്പോസ്തലനാകാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ സഭയെ ഉപദ്രവിച്ചവനാ, സഭയെ പൂട്ടിച്ചവനാ, ഞാൻ സഭയ്ക്കകത്ത് ഒത്തിരി കിരാതമായ സംഭവങ്ങൾ ചെയ്തവനാ, അതുകൊണ്ട് എനിക്ക് പ്രാഗൽഭ്യമില്ല. എന്ന രാത്രി ആമേൻ, നാം നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തണം. ആമേൻ, നാം നമ്മെ തന്നെ ഒന്ന് കാണണം. നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ ആരായിരിക്കുന്നു, ഇതിന്റെ ഉത്തരവാദി ആരാ? എനിക്ക് പറയാൻ പറ്റും, ഞാൻ ആദ്യം ആരായിരുന്നു, ഇപ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കുന്നു. എന്റെ ഉത്തരവാദി എന്റെ അപ്പനോ അമ്മയോ അല്ല, എന്റെ ഉത്തരവാദി ദൈവമാണ്. സ്തോത്രം. എന്റെ അമ്മയാണ് എന്റെ ഉത്തരവാദി ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വല്ല എവിടെ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കിടന്നു പോയത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പറയട്ടെ, സ്തോത്രം, ഓരോ പാസ്റ്റേഴ്സ് മീറ്റിംഗ് കഴിയുമ്പോഴും പറയാൻ ഒരു 300 ഐറ്റം കാര്യങ്ങളുണ്ട്. അവിടെയും ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സഭയ്ക്കകത്ത് എലക്ഷൻ അല്ല, പ്രസ്തുത സഭയിൽ സെലക്ഷനാ. ആമേൻ. സഭയിൽ എന്ന് എലക്ഷൻ കയറിയോ ആമേൻ, അന്ന് കർത്താവ് പുറത്തുപോയി. കാരണം ജയിക്കുന്നത് വചനമല്ല, ജയിക്കുന്നത് ശത്രുവാ. എന്നാൽ സഭയിൽ സെലക്ഷൻ വന്നാൽ പരിശുദ്ധാത്മാവ് സെലക്ട് ചെയ്യും. ആമേൻ. സെലക്ട് ചെയ്യുന്നവൻ സഭയിൽ ഇരിക്കും. ആമേൻ. തെരഞ്ഞെടുക്കുന്നവൻ പുറത്തു പോകും. സ്വതന്ത്രം പറ. എന്ന രാത്രി ആമേൻ, അതാ ഇവിടെ പൗലോസ് പറഞ്ഞത്, എല്ലാവർക്കും ആമേൻ ഒടുവിൽ സകല ആമേൻ സ്തോത്ര വ്യക്തികൾക്കും ഞാന് ഒരു ഭോഷനായിരുന്നു, പക്ഷേ എന്നെ അതിൽ നിന്ന് കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമം ഇന്ന് രാത്രി നമ്മുടെ നാവിലെടുക്കാൻ കിട്ടിയ ഭാഗ്യമുണ്ടല്ലോ. ആമേൻ. ടൂറ് പോകേണ്ടത് വീഗാലാൻഡ്, ടൂറ് പോകേണ്ടത് വല്ല സൂയിലൊന്നും അല്ല കേട്ടോ. ടൂറ് പോകേണ്ടത് നല്ല മെഡിക്കൽ കോളേജിലാ. ഹല്ലേലൂയ. ആമേൻ. 2 ചുണ്ടുകളിലും നെറ്റിക്കെട്ട് പുറത്തിറങ്ങുമ്പോ ശ്രദ്ധിക്കണം. ആമേൻ. ഈ 2 ചുണ്ടും കൂട്ടിക്കെട്ടി കുത്തിക്കെട്ടി സ്തോത്രം. ആമേൻ. ഐശ്വര്യത്തിരിക്കുന്ന 100 കണക്കിന് പേരുണ്ട്, ആൺപിള്ളാരും പെൺപിള്ളാരും. പ്രൈസ് ദി ലോർഡ്. കാര്യമുണ്ട് കേട്ടോ. എന്തെന്നറിയാമോ? ഹല്ലേലൂയ. എന്ന് രാത്രി ചിന്തിക്കണം. ഒരു വാക്ക് നാവിന്ന് വചനം പുറത്തു വന്നാൽ ഇതിന്റെ ഉത്തരവാദി കർത്താവാ. അതുകൊണ്ടാ നിന്റെ എന്റെ വായെ ദൈവം കോട്ട കെട്ടി എന്ന പോലെ സൂക്ഷിക്കുന്നതിന്റെ കാര്യം ഈ വചനം നാവിന്ന് പുറത്തു വന്നത് കൊണ്ടാ. ഇത് അനേകർക്ക് വിളമ്പി കൊടുക്കുന്നത് കൊണ്ടാ, ഇത് അനേകർക്ക് പ്രസ്താവിക്കുന്നത് കൊണ്ടാ, ഇത് അനേകരിടത്ത് പറയപ്പെടുന്നത് കൊണ്ടാ. തള്ളിക്കളഞ്ഞവന്റെ മുമ്പിലും ഇത് ശ്രേഷ്ഠമെന്ന് എണ്ണുന്നത് കൊണ്ടാണ്. ഈ വചനത്തിനകത്തിരിക്കുന്ന സത്യങ്ങൾ വായിൽ കൂടെ പുറത്തു വരുന്നത് കൊണ്ടാ. പലപ്പോഴും വിപത്തുകൾ വന്നാലും നമ്മെ സൂക്ഷിച്ച് മാറ്റി നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ ഇന്ന് രാത്രി രക്ഷിക്കാൻ നമുക്ക് സംഗതിയില്ല. കാരണം ദൈവം നമ്മുടെ കോട്ടയാണ്. ദൈവം ഇതിനെ
സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ സ്തോത്രം. മീഖയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ സ്തോത്രം. 4:13 നമ്മൾ വായിച്ചു. നേരത്തെ ഞാൻ കമ്പിവാലത്തിൽ പറഞ്ഞു വിട്ടു. ആമേൻ, ഒന്ന് എണീക്കാൻ. ആരുടെ? സിയോൻ പുത്രിമാരോട് പറയാ, നിങ്ങളൊന്ന് എണീക്ക്. പ്രൈസ് ദി ലോർഡ്. ഇനി ഇങ്ങനെ ഇരിക്കണ്ട. ആമേൻ സ്തോത്രം. നിങ്ങൾക്ക് എണീക്കേണ്ട സമയമാണ്. അതാ പറഞ്ഞത്, ഇന്നലെ വായിച്ചില്ലേ, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുക, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. അപ്പൊ നിങ്ങളുടെ മേൽ വരുന്നത് പരിശുദ്ധാത്മാവ് ആയതുകൊണ്ട് നിങ്ങളല്ല കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ നിന്നാൽ മതി, നിന്നെ നയിക്കുന്നത് സ്വർഗമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ നടന്നാൽ മതി, നിന്നെ നടത്തുന്നത് സ്വർഗമാണ്. നീ നിന്നാൽ മതി, നിന്നെ നയിക്കുന്നത് സ്വർഗമാണ്. ഹല്ലേലൂയ. ആമേൻ. റോമർക്ക് ലേഖനം 3:25 വായിക്കുമ്പോൾ പറയുന്നു, ദൈവം തന്റെ ജനത്തിന് വേണ്ടി നൽകിയിരിക്കുന്നതും നൽകാനിരിക്കുന്നതും കൊടുക്കാനിരിക്കുന്നതും അത് വിശാലമായതും അത് ശീഘ്രത്തിലും സംഭവിക്കാനുള്ളത്. ആമേൻ, ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോഴും, ഹല്ലേലൂയ, റോമർ 28:9-11 ചേർത്ത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് താൻ ലേഖനം എഴുതുമ്പോൾ കൊലോസ്യർ 16 1:16 മുതൽ 20 വായിക്കുമ്പോഴും പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. എഫെസ്യർ 3:14 പറയുന്നു, ഇനി നിന്റെ കൺപോളകൾ ഒരിക്കലും നനയണ്ട. ഹല്ലേലൂയ. എന്താണെന്ന കാര്യം എന്നറിയാം? ഹല്ലേലൂയ. ദൈവം നിന്റെ സങ്കേതമായി, കോട്ടയായി, ഒരു സംരക്ഷകനായി, പ്രൊട്ടക്ട് ചെയ്യുന്ന. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഒരു ദൈവമായിട്ട് തന്നെ ദൈവം എൻകൗണ്ടർ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പൊട്ടിക്കാൻ ഒരു നിയമത്തിനും കഴിയത്തില്ല. ആമേൻ. ഇതിനകത്തിരിപ്പുണ്ട് പലരെയും. ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഒരുത്തനെ എൻകൗണ്ടർ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം അവനെ വിട്ടുപോകുന്നത് അവന്റെ സ്നേഹിതന്മാരായിരിക്കും. പിന്നെ അവന് ഒരിടത്തും ഇരിക്കാൻ കഴിയില്ല. എല്ലായിടത്തും പോയി ഇരിക്കാൻ പറ്റില്ല. എല്ലാ കടയിലും കയറി കഴിക്കാൻ പറ്റില്ല. കാണുന്ന ഹോട്ടലിൽ നിന്ന് കയറി കിടക്കാൻ കഴിയില്ല. എല്ലായിടത്തും. അതവർ ദൈവം ഒരുത്തനെ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ യോഗ്യമായ നിലകളിൽ അവരെ മാനിക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ എന്ന രാത്രിയിൽ സ്തോത്രം. ആമേൻ. റോമർക്കെതിരെ 8-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 8:28, 9:11 ദൈവമക്കളെ നിങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയിൽ ആമേൻ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, 8-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും, കണ്ടോ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന എന്ന് നാം അറിയുന്നു. ആമേൻ. അവൻ മുന്നറിയുന്നവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാർക്ക്, ഹല്ലേലൂയ, ആർക്കാ? തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും?